അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലേ? വലിയ സ്വപ്നങ്ങൾ കാണുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷേ ഫലമെത്തുമ്പോൾ മാത്രം ഭാഗ്യം നിങ്ങളെ തഴഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ പ്രശ്നം നിങ്ങളുടെ അധ്വാനത്തിനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുന്ന അദൃശ്യമായ ചില പൂട്ടുകളാണ്. ആ പൂട്ടുകൾ തുറക്കാനുള്ള ഒരു സീക്രട്ടായിട്ടുള്ള ഒരു താക്കോലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആത്മീയമായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളുടെയും മഹാന്മാരായ സൂഫി വര്യന്മാരുടെ ജീവിതത്തിലൂടെയും തെളിയിക്കപ്പെട്ട ഒരു വലിയ സത്യമുണ്ട്. സമൃദ്ധി എന്നത് പുറത്തുനിന്ന് സമ്പാദിക്കേണ്ട ഒന്നല്ല, മറിച്ച് അകത്തുള്ള തടസ്സങ്ങൾ മാറുമ്പോൾ നമ്മിലേക്ക് ഒഴുകിയെത്തേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി വെറും 7 ദിവസത്തിനുള്ളിൽ ഒരു ആത്മീയ വിപ്ലവം എങ്ങനെ സൃഷ്ടിക്കാം എന്ന് നമുക്ക് നോക്കാം. മൗലാന റൂമി പറഞ്ഞ ഒരു കാര്യമുണ്ട്: നീ എന്താണോ തേടുന്നത് അത് നിന്നെയും തേടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ തേടി വരുന്ന ആ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും മുന്നിൽ നിങ്ങൾ തന്നെ കെട്ടിപ്പൊക്കിയ ചില മതിലുകളുണ്ട്. ആ മതിലുകൾ തകർക്കാനും ആകാശത്തിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ മഴ ഏറ്റുവാങ്ങാനും പാകത്തിൽ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ബുദ്ധിയും അധ്വാനവും മാത്രം മതിയോ? എന്തുകൊണ്ടാണ് ചിലർ കുറഞ്ഞ അധ്വാനത്തിലൂടെ വലിയ ഉയരങ്ങളിലെത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റു ചിലർ രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും ഒരിടത്തു തന്നെ നിൽക്കുന്നത്. ഈ വ്യത്യാസത്തിന് പിന്നിലെ ആത്മീയമായ രഹസ്യമാണ് ഇസ്തിഗ്ഫാർ. വെറും ഒരു പ്രാർത്ഥന എന്നതിലുപരി ഇതൊരു ജീവിത വിജയ ഫോർമുലയാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുകയാണ്. അദൃശ്യമായ തടസ്സങ്ങളാണ് ഇതിനെല്ലാം കാരണം. കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാത്തതിന് കാരണം ആത്മീയമായ തടസ്സങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങൾ അനുഗ്രഹങ്ങളുടെ ഒഴുക്കിനെ തടയുന്ന തുരുമ്പിച്ച പൈപ്പുകൾ പോലെയാണെന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന് കാരണം? ഇസ്തിഗ്ഫാറിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കണം. അസ്തഗ്ഫിറുള്ള എന്ന വാക്ക് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനുള്ള ഒരു ദിവ്യ മെക്കാനിസം ആണെന്ന് നമ്മൾ മനസ്സിൽ എപ്പോഴും കരുതണം. 3 തരം തടസ്സങ്ങളാണ് ഇതിനുള്ളത്. ആത്മീയമായ തടസ്സം: പശ്ചാത്താപിക്കാത്ത പാപങ്ങൾ ഹൃദയത്തിൽ ഒരു കറുത്ത പാടുകളായിട്ട് വീഴ്ത്തുന്നു. മാനസികമായിട്ടുള്ള തടസ്സം: രണ്ടാമത്തേത്, കുറ്റബോധം കാരണം സ്വയം അയോഗ്യനാണെന്ന തോന്നൽ ഉണ്ടാവുകയും അത് പരാജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, ബന്ധങ്ങളിലെ തടസ്സം: മറ്റുള്ളവരോട് കാണിക്കുന്ന അനീതികളും അവരോടുള്ള വെറുപ്പും അനുഗ്രഹങ്ങളെ തടയുന്നു. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ 7 ദിവസത്തെ ആത്മീയ പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചിരിക്കണം. എന്താണ് 7 ദിവസത്തെ ഒരു പ്രത്യേക പരിശീലന പദ്ധതി എന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ ദിവസം സ്വന്തം വീഴ്ചകൾ ഒരു ഡയറിയിൽ എഴുതി തയ്യാറാക്കുക. രണ്ടാമത്തെ ദിവസം ഓരോ തെറ്റും എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് മാപ്പിരക്കുക. 3-ാമത്തെ ദിവസം മറ്റുള്ളവർക്ക് നൽകാനുള്ള കടപ്പാടുകൾ തീർക്കുക, മാപ്പ് ചോദിക്കുക. 4-ാമത്തെ ദിവസം സുബ്ഹിക്ക് ശേഷം 100 തവണ ഹൃദയ സാന്നിധ്യത്തോടെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. 5-ാമത്തെ ദിവസം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇസ്തിഗ്ഫാർ പതിവാക്കുക. 6-ാമത്തെ ദിവസം ഇസ്തിഗ്ഫാറിനോടൊപ്പം സ്വന്തം ആവശ്യങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തുക. 7-ാമത്തെ ദിവസം ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെയും സൂചനകളെയും ശാന്തമായി നിരീക്ഷിക്കുക. പണം സമ്പാദിക്കാനുള്ള ഭൗതിക വഴികൾക്ക് മുമ്പ് ആത്മീയമായ ശുദ്ധീകരണത്തിലൂടെ തടസ്സങ്ങൾ മാറ്റിയാൽ അനുഗ്രഹങ്ങൾ താനെ ഒഴുകിയെത്തും നമ്മുടെ ജീവിതത്തിലേക്ക്. സൂഫി ജ്ഞാനികളുടെയും വിശുദ്ധ ഖുർആനിലെയും വചനങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നാം സാധാരണയായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അഥവാ പാപമോചനം ചെയ്യുന്നത് പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കരുതുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഭൗതിക ജീവിതത്തിലെ സാമ്പത്തികവും വ്യക്തിപരവുമായ പുരോഗതിക്ക് നമുക്ക് ഇതെല്ലാം വളരെ ഉപകാരപ്പെടും. ഖുർആനിലെ വചനങ്ങളുടെ സൂറത്തുൽ നൂഹ്, സൂറത്തുൽ ഹൂദ് അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. പാപമോചനം തേടുന്നവർക്ക് ആകാശത്തു നിന്ന് സമൃദ്ധമായ മഴയും സമ്പത്തിലും സന്താനങ്ങളിലും വർധനവും നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
അനുഗ്രഹങ്ങളെ തടയുന്ന ഒരു തുരുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് പിന്നെ എല്ലാം തടസ്സങ്ങളായിട്ട് മാറും. സൂഫി വചനങ്ങളെ ഉദ്ധരിച്ച് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഒരു പൈപ്പിലൂടെ വരുന്ന ശുദ്ധജലം പോലെയാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾ ആ പൈപ്പിനുള്ളിൽ അടിഞ്ഞുകൂടി തുരുമ്പ് പോലെയാണ്. വെള്ളം വരുന്നുണ്ടെങ്കിലും പൈപ്പ് അടഞ്ഞു കിടക്കുന്നതിനാൽ അത് നമ്മളിലേക്ക് എത്തുന്നില്ല. ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ആ പൈപ്പ് വൃത്തിയാക്കുന്നതിന് തുല്യമാണ്. മാനസികമായ മാറ്റം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അയോഗ്യതാബോധം അറിയാതെ രൂപപ്പെടുന്നു. എനിക്ക് നല്ലതൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടാൻ മാത്രമായിട്ട് വിധിക്കപ്പെട്ടവനാണ് എന്ന ചിന്ത ഉപബോധ മനസ്സിൽ ഉറച്ചു പോകുന്നു. ഇത് നമ്മെ തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. ആത്മാർത്ഥമായ പാപമോചനത്തിലൂടെ ഈ മാനസിക ഭാരം ഒഴുകുകയും പുതിയ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരോട് കാണിക്കുന്ന ബന്ധങ്ങളിലെ തടസ്സം നീക്കം ചെയ്യണം. മറ്റുള്ളവരോട് കാണിക്കുന്ന അനീതികൾ നമ്മുടെ പുരോഗതിയെ തടയുന്നു. ആരെയെങ്കിലും ചതിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ആത്മീയമായ ഉന്നതി ഒരിക്കലും ലഭിക്കില്ല. അതുപോലെ തന്നെ നമ്മെ ദ്രോഹിച്ചവരോടുള്ള പക ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ സർഗാത്മക ഊർജത്തെ നശിപ്പിക്കും. അവരോട് ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം സ്വതന്ത്രമാകുന്നു. യഥാർത്ഥ പാപമോചനത്തിലുള്ള 4 നിബന്ധനകളുണ്ട്. വെറുതെ നാവ് കൊണ്ട് പറയുന്നതല്ല യഥാർത്ഥ ഇസ്തിഗ്ഫാർ എന്നത്. അതിന് 4 കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തേത് തിരിച്ചറിവ്. ചെയ്ത തെറ്റ് എന്താണെന്ന് കൃത്യമായി സമ്മതിക്കണം. രണ്ടാമത്തേത് ഖേദം. ചെയ്ത കാര്യത്തിൽ ഹൃദയപൂർവ്വം ദുഃഖിക്കണം. മൂന്നാമത്തേത് പിന്മാറ്റം. ആ തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് ഉടൻ മാറി നിൽക്കണം. നാലാമത്തേത് പരിഹാരം. ഒരാളുടെ അവകാശമാണ് ലംഘിച്ചതെങ്കിൽ അത് തിരിച്ചു നൽകുകയോ മാപ്പ് ചോദിക്കുകയോ ചെയ്യണം. ചുരുക്കത്തിൽ ഈ 7 ദിവസത്തെ പ്രോട്ടോക്കോളിലൂടെ നമ്മുടെ ഉള്ളിലെയും പുറത്തെയും തടസ്സങ്ങൾ നീക്കി ദൈവികമായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ പാകത്തിൽ മനസ്സിനെ പാകപ്പെടുത്തണമെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയല്ല, മറിച്ച് അത് പൂട്ടിക്കിടക്കുകയാണ്. ആ പൂട്ടിൻ്റെ താക്കോൽ മറ്റാരുടെയുമല്ല, നമ്മുടെ തന്നെ കൈകളിലാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇസ്തിഗ്ഫാർ എന്ന ആ ദിവ്യമായ താക്കോൽ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നായി മാറ്റുക. ചെയ്തു തീരാൻ കാത്തു നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ മഴ നിങ്ങളുടെ ജീവിതത്തിലും വസന്തം വിരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പൈപ്പുകൾ അടച്ചുപൂട്ടി വെച്ചിട്ട് കൂടുതൽ വെള്ളത്തിനായി കരയുന്നവരാകരുത്, മറിച്ച് പാപമാകുന്ന തുരുമ്പുകൾ നീക്കം ചെയ്ത് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിന് വഴിയൊരുക്കുന്നവരാകുക. ഈ 7 ദിവസത്തെ ആത്മീയ ശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമാകട്ടെ. മാറ്റങ്ങൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് തുടങ്ങേണ്ടത്. മൗലാന റൂമി പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ഒരു തവണയെങ്കിലും ഉടഞ്ഞു തകർന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം ആ വിടവിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് ഖേദിച്ച് ആ പ്രകാശത്തിനായി ഹൃദയം തുറന്നിടുക. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ റിസ്ക് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അറിവുകൾ വെറുമൊരു അറിവായിട്ട് മാത്രം കണ്ട് മറന്നു പോകാതിരിക്കുക. ഇന്ന് രാത്രി ലോകം നിശബ്ദമാകുമ്പോൾ ഏകാന്തതയുടെ ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ റബ്ബിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. നാവ് കൊണ്ടല്ല, ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആ പാപമോചനത്തിൻ്റെ വാചകം ഉരുവിടുക. തകർന്നു തരിപ്പണമാകുന്ന ഒരു ഹൃദയത്തോടെ തൻ്റെ മുന്നിൽ വരുന്ന ദാസനെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. ആ ആത്മവിശ്വാസത്തോടെ ഈ 7 ദിവസത്തെ യാത്ര നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്തും അനുഗ്രഹവും ഐശ്വര്യവും ആയുസ്സും ആരോഗ്യവും തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.